നിന്നെ ഞാൻ വെറുതെ വിടില്ല അബേ. നോക്കിക്കോ, നിന്റെ ഈ അഹങ്കാരത്തിന് നിന്റെ സാമ്രാജ്യം മുഴുവൻ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇല്ലാതാക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. യാദവ് അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും മറുപുറത്ത് നിന്നും ആ കോള് കട്ട് ചെയ്തിരുന്നു. അവൻ കോള് കട്ട് ചെയ്തു. അത്ഭുതവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്ന ശബ്ദത്തിൽ യാദവ് പറഞ്ഞു, എടോ, എനിക്ക് എത്രയും വേഗം ഈ RPR കോർപ്പറേഷൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടണം. യാദവ് തന്റെ മാനേജറെ നോക്കി ആജ്ഞാപിച്ചു. സർ. അയാൾ അനുസരണയോടെ അതും പറഞ്ഞ് വീണ്ടും ഫോൺ എടുത്ത് മാറി നിന്നു. ഈ അഭയ് രാധാകൃഷ്ണൻ ഒറ്റയ്ക്കല്ല, അവന്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. തീർച്ചയായും ആരോ ഉണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അടിവേര് സഹിതം അവനെ നശിപ്പിക്കണം. അവിടെ ഇരുന്ന് യാദവ് കണക്ക് കൂട്ടലുകളോടെ പറഞ്ഞു. അവന്റെ ഈ ദേഷ്യവും വാശിയും നിറഞ്ഞ സ്വഭാവം കാണേ അവിടെ ഉണ്ടായിരുന്ന മഹാദേവി സഹിതം എല്ലാവർക്കും നന്നായി ഭയം വന്നു തുടങ്ങിയിരുന്നു. മാനേജർ വെയിറ്റ്. പെട്ടെന്ന് യാദവ് തന്റെ മാനേജറെ വിളിച്ചതും അയാൾ സംശയത്തോടെ യാദവിനടുത്തേക്ക് വന്നു. അതിനു മുൻപേ ആദ്യം അഭയ് രാധാകൃഷ്ണന്റെ കമ്പനിയുമായി പാർട്ണർഷിപ്പുള്ള എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസ് എടുക്കുക. ആദ്യം അഭയ്, ശേഷം അവന്റെ പിന്നിലിരുന്ന് കളിക്കുന്നവൻ. യാദവ് ക്രൂരഭാവത്തിൽ പറഞ്ഞത് കേട്ട് മാനേജർ തലയാട്ടി. ഏറെ വൈകാതെ തന്നെ യാദവ് പറഞ്ഞത് പ്രകാരം അയാളുടെ മാനേജർ ഡീറ്റെയിൽസ് കൊണ്ടുവന്നു. അഭയുടെ കമ്പനിയിലെ മുഴുവൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽസ്. അതെല്ലാം വൃത്തിക്ക് പരിശോധന നടത്തിയ ശേഷം യാദവ് ഒന്ന് പുഞ്ചിരിച്ചു. കോൾ മിസ്റ്റർ രാജേന്ദ്രൻ വസിഷ്ഠ. അതേ ഭാവത്തിൽ തന്നെ യാദവ് പറഞ്ഞു. അഭയുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്മാൻ ആയിരുന്നു രാജേന്ദ്രൻ. അയാളെ യാദവിന് വളരെ അടുത്ത് പരിചയവുമുണ്ടായിരുന്നു. യാദവ് പറഞ്ഞതുപോലെ തന്നെ മാനേജർ രാജേന്ദ്രനെ വിളിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അയാളെ പറഞ്ഞു മനസ്സിലാക്കി കോള് കട്ട് ചെയ്തു. അഭയുമായുള്ള പാർട്ണർഷിപ്പ് യാദവിനായി ഒഴിവാക്കാൻ അയാൾ തയ്യാറായിരുന്നു. നോക്കിക്കോ, ഇപ്പോ അഭയ് വിളിക്കും എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ. അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് യാദവ് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത നിമിഷം അഭയിൽ നിന്നും ഒരു കോൾ അവന് വന്നിരുന്നു. ഹലോ മിസ്റ്റർ യാദവ്. അഭയുടെ ദേഷ്യം നിറഞ്ഞ ആ ശബ്ദം കേട്ട് യാദവ് ചിരിച്ചു. അതെ, യാദവാണ്. പറഞ്ഞോളൂ മിസ്റ്റർ അഭയ് രാധാകൃഷ്ണൻ. യാദവ് പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. യാദവ്, താങ്കൾ ഈ ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതാണോ നിങ്ങളുടെ പ്രതികാര രീതി? അഭയ് ചോദിച്ചതും യാദവ് പൊട്ടിച്ചിരിച്ചു. അതെ, തീർച്ചയായും. യാദവ് വലിയ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു. ഇതൊന്നും ശരിയല്ല യാദവ്. താൻ തെറ്റിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഉറച്ച സ്വരത്തിൽ അഭയ് പറഞ്ഞു. അഭയ്, ഇത് ബിസിനസ് ആണ്, നോട്ട് എ ഫെയർ ഗെയിം. ഇവിടെ എനിക്ക് ജയിക്കാൻ ഏതൊക്കെ വഴികൾ സ്വീകരിക്കണോ അതെല്ലാം ഞാൻ സ്വീകരിക്കും. ജയിക്കാൻ നിനക്കും പല വഴികളും കാണുമല്ലോ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീയും ചെയ്യ്. യാദവ് പുച്ഛത്തോടെ തന്നെ പറഞ്ഞു. യാദവ്, നീയാണ് പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത്, ഞാനല്ല. അഭയ് ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, അതിന് പകരമായി നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം. നീയോ നിന്റെ ഏതെങ്കിലും ആളെയോ വിട്ട് എന്നോട് ഫൈറ്റ് ചെയ്ത് ജയിക്ക്. അങ്ങനെ സംഭവിച്ചാൽ എല്ലാം മറന്ന് ഞാൻ പിന്മാറാം. നിന്റെ 60% നീ തന്നെ വെച്ചോ. പക്ഷേ ഞാൻ ജയിച്ചാൽ പിന്നെ നിന്നെ ഈ വർമാസിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുത്. സമ്മതമാണോ? യാദവ് ഗൗരവത്തോടെ ചോദിച്ചു. സമ്മതം. തന്റെ ലൊക്കേഷൻ അയക്ക്, എത്രയും വേഗം. ഭയം ഒരു തരി പോലും കലർന്നിട്ടില്ലാത്ത സ്വരത്തിൽ അഭയ് പറഞ്ഞു. അത് കേട്ടതും യാദവ് തന്റെ മാനേജറെ നോക്കി. സർ. യാദവിന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കിയ മാനേജർ പെട്ടെന്ന് തന്നെ അഭയുടെ നമ്പറിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു. നന്നായി അടിവാങ്ങാൻ കെൽപ്പുള്ള ആരെങ്കിലും കണ്ടുപിടിക്കാദ്യം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവാനാവും വരുന്നവന്റെ വിധി. യാദവ് പുച്ഛത്തോടെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നേരത്തെ ഒരു ബെഡ് ബുക്ക് ചെയ്തോ യാദവ്? എന്റെ ആൾ പുറപ്പെട്ടു കഴിഞ്ഞു. ബി റെഡി ഫോർ യുവർ ലോസ്. അഭയും ഒട്ടും വിട്ടുകൊടുക്കാത്ത വണ്ണം പറഞ്ഞു. വിൽ സീ. അത്രയും മാത്രം പറഞ്ഞ ശേഷം യാദവ് കോള് കട്ട് ചെയ്തു. ശേഷം തന്റെ ബ്ലാക്ക് കോട്ട് ഊരി മാനേജറുടെ കയ്യിൽ കൊടുത്തു. ശ്രീലക്ഷ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ നേരെ അവിടെ തന്നെ കിടന്ന് പുഷപ്സ് എടുക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ ഇത് എന്തോ ഈ കാണിക്കുന്നത്? അവന്റെ പ്രവൃത്തി കണ്ട് ദേവയാനി കണ്ണും തള്ളി ചോദിച്ചുപോയി. വരുന്നവന്റെ കാര്യം കട്ട പുകയാവുന്ന ലക്ഷണമാണല്ലോ.
വർമാസിലെ ആരൊക്കെയോ അടക്കം പറഞ്ഞു. യാദവിന്റെ വാമപരിപാടികൾ അങ്ങനെ അല്പനേരം കൂടെ നീണ്ടു നിന്നു. അത് കണ്ടു നിന്ന പലർക്കും ചിരി വന്നെങ്കിലും ഇടയ്ക്കുള്ള അവന്റെ തുറച്ചു നോട്ടങ്ങൾ കാണുമ്പോഴേക്കും ആ ചിരി നിലയ്ക്കുമായിരുന്നു. എന്റെ പൊന്നു സിദ്ധാർത്ഥേ, നിനക്ക് എവിടുന്നാടാ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്? യാദവിന്റെ കോപ്രായങ്ങൾ കണ്ട് സഹികെട്ടെന്ന പോലെ മഹാദേവി സിദ്ധാർത്ഥിനോട് ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശി, ആവശ്യം നമ്മുടേതായി പോയില്ലേ? സിദ്ധാർത്ഥ് ഒന്ന് തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മിണ്ടരുത് നീ. ഇതിലും ഭേദം ആ അഭയായിരുന്നു. പണം ഇത്തിരി കുറഞ്ഞാലും ഇവനെ പോലെ അനിമൽസിന്റെ ബിഹേവിയർ അല്ല അവന്. മഹാദേവി ദേഷ്യത്തോടെ പിറുപിറുത്തു. എന്താ ആനിമലോ? എന്താ മഹാദേവിയുടെ നിങ്ങൾ പറയുന്നത്? മഹാദേവി പറഞ്ഞത് എന്തോ കേട്ടെന്ന പോലെ യാദവ് ചോദിച്ചു. അത് മുത്തശ്ശിക്ക് ആനിമൽസിന് വലിയ ഇഷ്ടമാ. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ സൂവിൽ ഒന്ന് കയറണം എന്ന് പറയായിരുന്നു. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹ്, യു ഗൈസ് ആർ സോ ക്രേസി, പുച്ഛത്തോടെ യാദവ് പറഞ്ഞു. അത് കണ്ടതും മഹാദേവി ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. ഹേയ്, സൈലൻസ്! ആരോ വരുന്നു. വെയിറ്റ്, ഇത് ആ അഭയ് പറഞ്ഞു വിട്ട ആളാണെന്ന് തോന്നുന്നു. യാദവ് പെട്ടെന്ന് ചെവി വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് വർമാസിലെ ഫാമിലി മെമ്പേഴ്സ് സഹിതം എല്ലാവരും ഡോറുള്ള ദിശയിലേക്ക് നോക്കി. ഡോറിനടുത്തെത്തുന്ന ആ ഫുട് സ്റ്റെപ്പിന്റെ ശബ്ദം കേട്ടതും യാദവ് തിടുക്കത്തിൽ കൈ ചുരുട്ടി അവിടേക്ക് നടന്നു. ഏയ്! പുറത്തു നിന്നും ഒരാൾ വാതിൽ തുറന്നുകൊണ്ട് പാഞ്ഞതും യാദവ് തന്റെ ചുരുട്ടിയ മുഷ്ടി വെച്ച് അവന്റെ മുഖത്തിന് നേരെ ചലിപ്പിച്ചു. ഓ! ഡോർ തുറന്നയാൾ തലനാരിഴയ്ക്കുന്ന പോലെ അവന്റെ പ്രഹരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. അവൻ ഒഴിഞ്ഞു മാറിയതോടെ യാദവിന്റെ കൈ ബ്രേക്കില്ലാത്ത വണ്ടി പോലെ നേരെയായി ഇരുമ്പ് ഡോറിൽ പോയി ഇടിച്ചു. കൈ അല്പം ശക്തമായി ഇടിച്ചത് കാരണം വേദനയോടെ യാദവ് ഞരങ്ങി. ഹേയ്, അറിയോ ഓക്കെ? ചെറിയൊരു ഗ്യാപ്പിൽ ഇടി കിട്ടാതെ രക്ഷപ്പെട്ട ആ വ്യക്തി തലപൊക്കി യാദവിനോട് ചോദിച്ചു. ഋഷി? തലപൊക്കിയ ആളെ കണ്ടതും ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ പറഞ്ഞു. അത് ഋഷിയായിരുന്നു. How dare you to ask me that? ഉറക്കെ അലറിക്കൊണ്ട് ഒരൊറ്റ പഞ്ചായിരുന്നു ഋഷിയുടെ മൂക്കിന് യാദവ്. ഇടി കിട്ടിയതും ഋഷി ഒന്ന് പിന്നിലേക്ക് വേച്ചുപോയി. ഋഷി! അത് കണ്ട് പേടിച്ചു പോയ ശ്രീലക്ഷ്മി ഋഷിക്ക് അടുത്തേക്ക് ഓടിക്കൊണ്ട് അവനെ വിളിച്ചു. വാട്ട്? ശ്രീലക്ഷ്മി പെട്ടെന്ന് ഋഷിക്കടുത്തേക്ക് ഓടിയത് കണ്ട് യാദവ് ആശയക്കുഴപ്പത്തോടെ സ്വയം ചോദിച്ചു. ഋഷി, അറിയോ ഓക്കെ? ശ്രീലക്ഷ്മി പെട്ടെന്ന് ഋഷിക്കടുത്തെത്തി അവനോട് ചോദിച്ചു. ഏയ്, വാട്ട് ആർ യു ഡൂയിങ്? ഇങ്ങനെ വീഴുന്നവരെ പിടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഹി ഈസ് മൈ എനിമി. യാദവ് ദേഷ്യത്തോടെ ശ്രീലക്ഷ്മിയോട് അലറി. ഛീ, തന്റെ എനിമി വേറെ എവിടെയെങ്കിലും കാണും. ഇതെന്റെ ഭർത്താവാ. എന്നെ കാണാൻ വന്ന അദ്ദേഹത്തെ പിടിച്ചടിച്ചിട്ട് ന്യായീകരിക്കാൻ നിനക്ക് നാണമുണ്ടോ? ശ്രീലക്ഷ്മി അത് ചോദിച്ചത് കേട്ടപ്പോൾ യാദവ് ആകെ ഞെട്ടി. ഹസ്ബൻഡ്? അതും നിന്റെ? വെയിറ്റ്, നീ മാരീഡ് ആയിരുന്നോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.